സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ കടുത്ത ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC പരീക്ഷ റദ്ദാക്കിയ സംഭവത്തിൽ അതീവ ഗുരുതരമായ ഭരണപരമായ വീഴ്ചകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. PSC ചെയർമാൻ MR ബൈജു നടപ്പിലാക്കിയ പുതിയ പരീക്ഷാ പരിഷ്കരണങ്ങളാണ് ഈ വൻ അബദ്ധത്തിന് കാരണമായെന്ന കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. സാധാരണ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു ദിവസം തന്നെ 2 പരീക്ഷകൾ വെച്ച് നടത്താനുള്ള ചെയർമാന്റെ തീരുമാനമാണ് ചോദ്യപേപ്പർ മാറിപ്പോകാനും ഒടുവിൽ പരീക്ഷ തന്നെ റദ്ദാക്കേണ്ടി വരാനുമുള്ള സാഹചര്യത്തിലേക്ക് വഴി തുറന്നത്. ഇത്തരമൊരു പരിഷ്കാരം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ ചോദ്യപേപ്പർ മാറിപ്പോകാനുള്ള വലിയ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ചെയർമാൻ അത് പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSCയുടെ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത വിധം പരീക്ഷാ ചോദ്യപേപ്പറുകൾ മാറിപ്പോവുകയും ഒടുവിൽ പരീക്ഷ തന്നെ റദ്ദാക്കേണ്ടി വരികയും ചെയ്ത വൻ അനാസ്ഥയ്ക്ക് പിന്നിൽ ചെയർമാൻ MR ബൈജുവിന്റെ കടുത്ത ധിക്കാരവും ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മുന്നറിയിപ്പുകൾ അവഗണിച്ചതുമാണെന്ന ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാധാരണ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരേ ദിവസം തന്നെ 2 വ്യത്യസ്ത പരീക്ഷകൾ വെച്ച് നടത്താൻ ചെയർമാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരു വലിയ വിഭാഗം ജീവനക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് ശക്തമായ താക്കീത് നൽകിയിരുന്നതാണ്. ഇത്തരമൊരു പുതിയ പരീക്ഷണം നടപ്പിലാക്കിയാൽ ചോദ്യപേപ്പറുകൾ പരസ്പരം മാറിപ്പോകാനുള്ള വലിയ സാധ്യതയുണ്ടെന്നും ഏതെങ്കിലും ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ മാറി നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ആ പരീക്ഷ മുഴുവനായും ബാധിക്കുമെന്നും പരീക്ഷ തന്നെ പൂർണ്ണമായും റദ്ദാക്കേണ്ടി വരുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ ചെയർമാനെ മുൻകൂട്ടി ധരിപ്പിച്ചിരുന്നതുമാണ്. എന്നാൽ കനത്ത തയ്യാറെടുപ്പുകളിലൂടെയാണ് തങ്ങൾ ഈ പരീക്ഷ നടത്തുന്നതെന്നും അതിനാൽ യാതൊരുവിധ സുരക്ഷാ പ്രശ്നങ്ങളും അബദ്ധങ്ങളും ഉണ്ടാകില്ലെന്നുമുള്ള അതീവ കടുത്ത നിർബന്ധ ബുദ്ധിയോടെയുള്ള നിലപാടിലായിരുന്നു PSC ചെയർമാൻ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പരീക്ഷ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടി വരുന്ന യാത്രാബദ്ധ വെട്ടിക്കുറയ്ക്കാനും അതുവഴി പണം ലാഭിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ചെയർമാൻ ഇത്തരമൊരു പരീക്ഷാ പരിഷ്കരണത്തിന് അനാവശ്യമായ ധൃതി കാണിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. 1.5 ലക്ഷത്തിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടിക്കൊണ്ട് നടത്തിയ ഈ പരീക്ഷണത്തിനായി ചോദ്യപേപ്പറുകൾ വേർതിരിച്ചറിയാൻ അതീവ ലളിതവും ബലഹീനവുമായ സംവിധാനങ്ങൾ മാത്രമാണ് PSC ഒരുക്കിയിരുന്നത്. 2 വ്യത്യസ്ത നിറങ്ങളിലുള്ള കവറുകളും ഒപ്പം ഒരു തിരിച്ചറിയൽ IDയും മാത്രമായിരുന്നു 2 പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ പരസ്പരം മാറിപ്പോകാതിരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ നൽകിയിരുന്ന ഏക മാർഗം. അതീവ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇത്രയും വലിയൊരു ബാലിശമായ പരിഷ്കാരം നടപ്പിലാക്കിയതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം പുകയുന്നത്. ഏകദേശം 3 കോടി രൂപയോളം പൊതുപണം ചെലവഴിച്ച് നടത്തിയ വലിയൊരു പരീക്ഷാ പ്രക്രിയയാണ് അധികൃതരുടെ ഈ അനാസ്ഥ കാരണം പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരമൊരു പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആവശ്യത്തിന് മുൻകരുതലുകൾ സ്വീകരിക്കാതിരുന്ന PSC ചെയർമാന്റെ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ കനത്ത പ്രയത്നവും സമയവും നഷ്ടപ്പെടുത്തിയ ഈ വൻ വീഴ്ചയെക്കുറിച്ച് നിലവിലൊരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഒടുവിൽ വ്യക്തമാകുന്ന വിവരം. ഈ അന്വേഷണത്തിൽ ചെയർമാന്റെ ഈ പാളി പരിഷ്കാരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. PSC അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വലിയ വീഴ്ച കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ കടുത്ത മാനസിക വിഷമത്തിലും അനിശ്ചിതത്വത്തിലും അകപ്പെട്ടിരിക്കുന്നത്. ചോദ്യപേപ്പർ മാറി നൽകിയ ആലപ്പുഴയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ മാത്രം പുനഃപരീക്ഷ നടത്തിയാൽ മതി എന്ന PSCയുടെ ഒടുവിലത്തെ തീരുമാനം ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലികമായ ആശ്വാസം നൽകുന്നുണ്ടെന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടത്തേണ്ടിയിരുന്ന മുഴുവൻ പരീക്ഷകളും പെട്ടെന്ന് റദ്ദാക്കിയ നടപടി ഉദ്യോഗാർത്ഥികൾക്ക് വരുത്തിവെച്ച ബുദ്ധിമുട്ടുകൾ അതീവ ഗുരുതരവുമാണ്. ദൂരപ്രദേശങ്ങളിൽ നിന്നും കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ സഹിച്ചും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിയ ഉദ്യോഗാർത്ഥികളാണ് PSC ചെയർമാന്റെ ഈ അവിവേകപൂർണമായ പരീക്ഷണം കാരണം വഴിയിൽ അലയേണ്ടി വന്നത്. വർഷങ്ങളോളം പഠിച്ച് പരീക്ഷ എഴുതാനെത്തിയ അവരുടെ വിലപ്പെട്ട സമയവും കരിയറുമാണ് അധികൃതരുടെ ഈ നയപരമായ പാളിച്ചകൾ മൂലം ഇല്ലാതായിരിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ ഈ വൻ പരാജയത്തിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം ചെയർമാൻ MR ബൈജു കൊണ്ടുവന്ന തെറ്റായ പരിഷ്കരണങ്ങളാണെങ്കിലും ഭരണതലത്തിൽ നിന്നുണ്ടായ ശിക്ഷാ നടപടികൾ താഴെത്തട്ടിലുള്ള ജീവനക്കാരെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതായിരിക്കും. ആലപ്പുഴയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ അബദ്ധം പിണഞ്ഞത് ചോദ്യപേപ്പർ മാറി നൽകിയ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമായിരിക്കും വരും ദിവസങ്ങളിൽ കടുത്ത അച്ചടക്ക നടപടികൾ PSC സ്വീകരിക്കുക. ഉന്നത തലത്തിലുള്ള നയപരമായ പരാജയങ്ങളെയും ചെയർമാന്റെ കടുത്ത വാശിയെയും പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ട് പരീക്ഷാ ഹാളുകളിൽ ജോലി ചെയ്ത സാധാരണക്കാരായ ജീവനക്കാരെ മാത്രം ബലിയാടാക്കാനുള്ള ഈ നീക്കങ്ങൾക്കെതിരെ ഇപ്പോൾ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. 3 കോടിയോളം രൂപ ചെലവഴിച്ച് നടത്തിയ വലിയൊരു പരീക്ഷാ പ്രക്രിയ ഒരു ദിവസം കൊണ്ട് അട്ടിമറിച്ച് ഈ വൻ വീഴ്ചയെക്കുറിച്ച് നിലവിലൊരു പ്രാദേശിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ അന്വേഷണത്തിൽ ചെയർമാന്റെ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിവെച്ച പാളിച്ചകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. PSC ചെയർമാന്റെ യാത്രാബദ്ധ ലാഭിക്കാനുള്ള ഈ പരിഷ്കാരം പാളിയതോടെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ കരിയറാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരു വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ക്രമക്കേടുകളെയും വീഴ്ചകളെയും കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ കൂടുതൽ അട്ടിമറി വിവരങ്ങൾ പുറത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.